ഇഞ്ചി മിഠായി ഇഞ്ചി മിഠായി ഇഞ്ചി മിഠായി ഹായ്, വെൽക്കം ടു ഇഞ്ചി മിഠായി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കോമഡി വീഡിയോ അല്ല കേട്ടോ ചെയ്യണേ. നമ്മൾ കോമഡി വീഡിയോ ആണോ ചെയ്യാറ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യണത്. ഓക്കെ, സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ബോർവെല്ലാണ്. അപ്പോൾ ബോർവെല്ലിലെ വെള്ളം ആകെ കലങ്ങി ആകെ മടി ഒരു ഇതായിരുന്നു. ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിനെ ക്ലിയർ ആക്കി നിങ്ങൾ തമ്മിൽ കണ്ടു കാണുമല്ലോ. തമ്മിലിൽ തന്നെ ഒരുവിധം ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണാം, എന്തോ ഒരു വാട്ടർ റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതൊരു നാച്ചുറൽ വാട്ടർ ഫിൽട്ടർ. ബോർവെല്ലിന് നമ്മൾ നാച്ചുറൽ വാട്ടർ ഫിൽട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യണത്. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്തത് മിസ്റ്റർ അമൽ ആൻഡ് മിസ്റ്റർ ആന്റണി. ഓക്കെ, ഈ രണ്ടുപേരാണ് നമ്മൾക്ക് ഇത് പറഞ്ഞു തരാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം. എന്ത് ചെയ്യണം അമൽ? ഞാൻ ഡോൺ ബോസ്കോ കോളേജിൽ BCA പഠിച്ചുകൊണ്ടിരിക്കുന്നു. അനിൽ സർ എന്ത് ചെയ്യണം? അമലെ, അപ്പോൾ നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കാം. അമൽ, ഈ ഫിൽട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഫിൽട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അടിയിലെ ഇതിന് 6 ഇഞ്ചിന്റെ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തോണം. 1 മീറ്ററിന്റെ 6 ഇഞ്ചിന്റെ പൈപ്പിലാണ് നമ്മൾ ഈ പറഞ്ഞ ഫിൽട്ടർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും അടിയിലത്തെ ലെവലിലുള്ള ഇഷ്ടികയാണ്. എന്നിട്ട് ഇപ്പൊ അതിന്റെ തൊട്ട് മുകളിൽ നമുക്ക് എന്തുണ്ട് നെറ്റ് പോലെ, അതായത് ഈ പറഞ്ഞ അടിയിൽ ഇഷ്ടിക്കും അതിന് തൊട്ട് മുകളിലുള്ള മെറ്റീരിയൽ തമ്മിൽ മിക്സ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇടയിൽ എന്തെങ്കിലും തട്ടിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത ഫിൽട്ടർ സ്പോഞ്ച് കിട്ടും. അത് നമ്മൾ അതിന്റെ തൊട്ട് മുകളിലിടും. പിന്നെ ഫിൽറ്ററിന് ശേഷം വീണ്ടും ചിരട്ടക്കര, വീണ്ടും ഫിൽറ്റർ, അത് കഴിഞ്ഞ് മണ്ണ്, അതിന് വീണ്ടും ഫിൽറ്റർ, മിക്സ് ആവാണ്ടിരിക്കാൻ ലാസ്റ്റ് വെള്ളം ഇട്ട് അതിന്റെ മുകളിൽ ഫിൽറ്റർ ഇട്ട് അത് പാക്ക് ചെയ്യും. ഇത് ഇടുന്നതെല്ലാം 15 സെന്റിമീറ്റർ ഗ്യാപ്പ് വെച്ചാണ്. ഇതാണ് നമ്മുടെ ഫിൽട്ടർ സിസ്റ്റം. നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്കിന് വരുന്ന പൈപ്പ്. ഈ ടാങ്ക് ഇവിടെ 2 ടാങ്ക് ഉണ്ട്, ഒന്ന് ഈ ടാങ്കും ഒന്ന് ഈ ടാങ്കും. ഇതിലാണ് നമ്മുടെ പൊട്ടവെള്ളമുള്ള ടാങ്ക്, അതായത് നേരിട്ട് കുഴൽക്കിണറിൽ നിന്ന് വരുന്ന വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വെള്ളം നേരിട്ട് വേണ്ട, ഇത് റെഡ്യൂസർ വയ്ക്കാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറ്റുന്നത് 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ് ടാങ്കിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു റെഡ്യൂസർ വെച്ച് 2 ഇഞ്ചിലേക്ക് കയറ്റണം. എന്തിനാ വെച്ചാൽ നമ്മുടെ ഫിൽറ്ററിൻ്റെ വർക്കിങ്ങിനെ ഒന്നാമത് ഈ സാധനം വേറെ സ്ലോ ആണ്. കാരണം ഇവിടെ വെള്ളം എത്തിയിട്ട് പിന്നെ ഇവിടേക്ക് എത്തുമ്പോൾ കുറച്ച് നേരം പോകും. അതുകൊണ്ട് നമ്മൾ ഈ 1.5 ഈ സാധനം ഇട്ടിട്ട് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങാനും നേരം വൈകി സംഭവം വെള്ളത്തിന് ബ്ലോക്ക് ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ചിലേക്ക് ആക്കണം. ഇവിടെ ചെയ്ത സാധനം റെഡ്യൂസർ വെച്ച് 2 ഇഞ്ചിലേക്ക് ആക്കിയിട്ട് ഈ സാധനം വന്നു. ഇത് 2 ഇഞ്ചിൻ്റെ വാല് വന്നു കേട്ടോ. ഇതിങ്ങനെ വാല് വന്നു, ഇത് ഓപ്പൺ ആകണം, എന്നാലും മാത്രം ഇവിടേക്ക് വെള്ളം വന്നു. ഇത് ഓപ്പൺ ചെയ്ത് ഇത് ഇങ്ങനെ വന്നു ഇവിടേക്ക് വരും വെള്ളം. ഇവിടെ എത്തുമ്പോൾ ഇതിപ്പോൾ ലോക്കല്ലെങ്കിൽ ഉണ്ടല്ലോ വെള്ളമൊക്കെ ഈ കണ്ട ഇത് കൂടെ വരും. ഈ സാധനം കണ്ട ഇതിൻ്റെ ഉള്ളിൽ കൂടെ സാധനം വരാൻ വെള്ളം ഒക്കെ പോവും, വേസ്റ്റായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചോണേ. എന്നിട്ട് അപ്പോൾ ഇവിടെ വെള്ളം ക്ലോസ് ആയതിന് ശേഷം ഇത് കൂടെ വെള്ളം വന്ന് ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കൂടി ഇവിടെ വന്ന് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ ഇത്ര നേരം നമ്മൾ ഈ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ വെള്ളാരെങ്കിൽ ഇത്രയും ഉണ്ടാവും. പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു മീനിൻ്റെ ഒരു ഫിൽറ്റർ പേപ്പർ കിട്ടും, ഫിൽറ്റർ സ്പോഞ്ച് കിട്ടും. അത് നമ്മളൊരു ലെയർ ഇട്ടുണ്ടാവും. പിന്നെ മണലിടും. മണലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരിയുള്ള മണലിടണം. നന്നായി മറ്റേ നന്നായി മിനുസുള്ള പോലത്തെ മണലിട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതിനുള്ളിൽ കൂടെ എത്താൻ നല്ലോണം നേരം എടുക്കും. അപ്പം അങ്ങനെ ഇടരുത്, നല്ല തരിയുള്ള മണലിടുക. അതിന് ശേഷം നമ്മൾ മെറ്റലിടും. അതിൻ്റെ ഓരോ ലെയറിൽ നമ്മൾ മറ്റേ ഈ പറഞ്ഞ ഫിൽറ്റർ പേപ്പറില്ലേ അത് ഇടണം കേട്ടോ. പിന്നെ വേണം നമ്മൾ ഈ കരി, പിന്നെ മെറ്റല്, പിന്നെ ഇഷ്ടിക, ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഇവിടെ നമ്മളൊരു ലോഡ് ചെയ്യണ ഒരു നെറ്റ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് എന്താ വെച്ചാൽ ഇത്രയും ലോഡ് ഇവിടെ നിൽക്കല്ലേ. നെറ്റല്ല കേട്ടോ, ഇത്തിരി പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് പോലത്തെ കട്ടിയുള്ള ഒരു മെറ്റീരിയൽ. അപ്പോൾ ഈ കണ്ട ലോഡൊക്കെ ഈ സാധ്യം നിൽക്കും. ഇവിടേക്കൊന്നും അതിൻ്റെ ലോഡ് വരില്ല, കാരണം ആദ്യമേ ഇവിടെ നിന്ന് ലോക്കായി ഇവിടെ കിടക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ലോഡൊക്കെ വന്നിട്ട് പ്രശ്നമാകും. പിന്നെ ഈ പറഞ്ഞ ഈ സ്പോഞ്ച് എന്ന് പറഞ്ഞ സാധനമില്ലേ, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സ്പോഞ്ചിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാൻ ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ഇവിടെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ നെറ്റ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. എന്നിട്ട് ഈ വെള്ളം വന്ന് ഫിൽറ്ററായി വെള്ളം വരും. വെള്ളം വന്നിട്ട് ഇത് ഇങ്ങനെ തിരിഞ്ഞ് ഈ വാൽവ് ഇത് ഓപ്പൺ ചെയ്യണം, എന്നാലേ വെള്ളോട്ടാം. ഇതിങ്ങനെ വന്നത് ഇതാണ് നമ്മുടെ ഇവരുടെ ലൈൻ, അതായത് ഇവരുടെ ഉപയോഗിക്കണമെങ്കിൽ പോണ ലൈൻ. ഇപ്പോൾ ഇതിങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വെള്ളം പ്യൂർ ആയിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവുക.
വെയിറ്റ് കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇപ്പോ മെറ്റീരിയൽ അവർ വാങ്ങി തരാന്നുണ്ടെങ്കിൽ അവർ എടുക്കും. അല്ലെങ്കിൽ ഇതിന് മെറ്റീരിയൽ കാശിനായിട്ട് ഒരു 4000-ഓളം അടുത്ത് വരും. ഞങ്ങൾ മേടിച്ച് കൊണ്ടുവരാന്നുള്ള കൺസെപ്റ്റാണ്. വർക്ക് എടുക്കുമ്പോ ഒരു 6 രൂപ അടുത്ത് പിന്നെ അവിടെ പണി കണ്ടിട്ട് ഭൂരിഭാഗം ഫുള്ളായിട്ട് പറയാം. അപ്പൊ ഗൈസ് ഇവിടെ നല്ല വെയിലാണ്. ഇപ്പൊ ഇനി അമൽ നമുക്ക് ഈ ടാങ്കിന്റെ സിസ്റ്റം എങ്ങനെയാന്നുള്ളത് പറഞ്ഞു തരും. ഓക്കെ, ഇവിടെ 2 ടാങ്കാണുള്ളത്. ഇത് പൊട്ടവെള്ളത്തിന്റെ ടാങ്കാണ്, ഇത് നല്ല വെള്ളത്തിന്റെ ടാങ്കാണ് കേട്ടോ. ഇത് കുഴക്കണതിന് വരുന്ന വെള്ളം, ഇത് വെള്ളം ഈ ടാങ്കിൽ നിന്ന് അറിയണം. ഈ ടാങ്ക് കാണുമ്പോൾ അത്യാവശ്യം നല്ല ചെളിയൊക്കെ ഉണ്ട്. പിന്നെ എന്തിനും ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിൽ നിന്നുള്ള വെള്ളം നേരിട്ട് ഫിൽറ്ററിലേക്ക് താഴും. ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം, ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളമാണ് നമുക്ക് ഈ ടാങ്കിലേക്ക് വരുന്നത്. ഇവിടെ 2 ടാങ്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഈ 2 ടാങ്കിലും വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്നായിരിക്കും എപ്പോഴും. ആ ഫിൽറ്ററിൻ്റെ സ്പീഡ് അനുസരിച്ച് 2 ടാങ്കിലും വെള്ളം ഒന്നായിരിക്കും. നമുക്ക് ഉപയോഗിക്കുമ്പോഴൊക്കെ ഈ 2 അളവിൽ ഉപയോഗിക്കാനൊക്കെ പറ്റും. ഒരു ടാങ്ക് വേസ്റ്റായി പോകുക അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നും ഉണ്ടാവില്ല. 2 ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിൽ പൊട്ടവെള്ളവും ഇതിന് നല്ല വെള്ളവും. പക്ഷേ ഇത് ഈ നല്ല വെള്ളമാണ് നമ്മളെല്ലാ പൈപ്പുകളിലേക്കും പോവുക. ഇത് നേരിട്ട് നമ്മുടെ ഫിൽറ്ററിലേക്കാണ് കയറുക. ഫിൽറ്ററിലേക്ക് കയറിയിട്ട് ഫിൽറ്ററിൽ നിന്ന് നല്ല വെള്ളമാണ് ഈ ടാങ്കിലേക്ക് എത്താം. അപ്പൊ ഗൈസ് ഇനി നമുക്ക് കാണാം ഈ വെള്ളത്തിന്റെ വ്യത്യാസം എങ്ങനെയാന്നുള്ളത്. ഇത് കണ്ടോ, ഇത് കലങ്ങിയ വെള്ളമാണ് ഇപ്പോൾ. അത് മണൽ തരിയൊക്കെ കാണുന്നുണ്ട് ഇതിൽ. കണ്ട വെള്ളം സൂം ചെയ്ത് നോക്കേണ്ടിയിരുന്നു. കണ്ട ഇതാണ് അവസ്ഥ. ഇത് ഈ ടാങ്കിലത്തെ കേട്ടാ, ഈ ടാങ്കിലത്തെ അവസ്ഥയാണിത്. നമുക്ക് ഈ ടാങ്കിലത്തെ അവസ്ഥ നോക്കാം. ഇതിൻ്റെ വെള്ളം കണ്ട ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഓർ എൽസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ പിന്നെ ഇമെയിൽ ഐ ഡി അമലിൻ്റെ ഇമെയിൽ ഐ ഡി അമലിൻ്റെ കോൺടാക്ട് നമ്പർ ഒക്കെ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അവരെ വിളിക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. പിന്നെ നിങ്ങൾ അവരെ വിളിച്ചിട്ട് ഇത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ അപ്പോയിൻമെൻറ്റ് അനുസരിച്ച് വന്ന് ചെയ്തു തരും. ഓക്കെ, പിന്നെ വേറെ കാര്യം, ഈ വീഡിയോ നിങ്ങൾ പ്ലീസ് ഷെയർ ചെയ്യണം. ഇപ്പം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഈ ബോർവെല്ലിൻ്റെ പ്രശ്നം കാരണം. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ഹെൽപ്ഫുള്ളായി, ഈ വീഡിയോ ഹെൽപ്ഫുള്ളാവും. അപ്പോൾ പ്ലീസ് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഈ കാണുന്ന എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല ഈ വീഡിയോയുടെ. പക്ഷെ നിങ്ങളുടെ കസിൻസോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു പ്രശ്നം കാരണം ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളിത് അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക് ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ, ബൈ.